ഇന്നിപ്പോ അമ്മുവിന് ഒരു 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ്. അമ്മുവിന്റെ കോണ്ടാക്ട് ലെൻസ് കണ്ണിന്റെ ഉള്ളിൽ ജാമായി മേളിൽ. ഇപ്പൊ അതെടുക്കാൻ കിട്ടുന്നില്ല, അതവിടെ സ്റ്റക്കായിട്ടിരിക്കുക. പാവക്കുട്ടിയുടെ മരുന്ന് ഇതാ ഇത്ര ഐറ്റംസ് ആണ്. വെയിറ്റ് പോരാന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫുഡ് കഴിക്കാനും വിശപ്പുണ്ടാവാനുള്ള ഒരു മരുന്ന് തന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ്. ഇന്നിപ്പോൾ അമ്മുവിന് ഒരു 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ്. എന്താ സംഭവം ഞാൻ പറയാം. അതായത് എന്തോ അമ്മുവിൻ്റെ കോണ്ടാക്ട് ലെൻസ് കണ്ണിൻ്റെ ഉള്ളിൽ ജാമായി മേളിൽ. ഇപ്പം അതെടുക്കാൻ കിട്ടുന്നില്ല. ഇപ്പം അത് ഭയങ്കര കഷ്ടപ്പാടായിട്ടിരിക്കുക. വൈകുന്നേരം വരെ അത് അവിടെ തന്നെ ഇരിക്കും. വൈകുന്നേരം വരെ അവിടെ തന്നെ ഇരുന്ന അതിന്റെ കഷ്ടമല്ലേ ഇത്? കഷ്ടം തന്നെ അനുഭവിക്കേണ്ട. വേറെന്താ വെച്ചാൽ ഇപ്പൊ സമയം ഓൾറെഡി ആയി. ഒരു ഇറിറ്റേഷൻ അല്ലേ ഇത്? മുകളിൽ ഇരുന്നാല് നല്ല ഇറിറ്റേഷൻ തന്നെ. എന്താ സംഭവം എന്ന് മനസ്സിലായോ? ഈ കണ്ണിന്റെ കൃഷ്ണമണീന്റെ മുകളിലിരിക്കുന്ന ലെൻസ് പോളേന്റെ ഉള്ളിൽ മുകളിലേക്ക് കയറിപ്പോയി. അതവിടെ സ്റ്റക്കായിട്ടിരിക്കുക. എത്ര ഫ്രണ്ടിലിരിക്കുമ്പോഴേ അതിൻ്റെ ഒരു ഇറിറ്റേഷൻ ഉണ്ടായിരിക്കും. അത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. അത് മുകളിൽ പോയിട്ട് പോളേൻ്റെ ഉള്ളിൽ പോയിട്ട് ജാമായി എടുക്കണമെങ്കിൽ കുറേ നേരം ട്രൈ ചെയ്യണം. അങ്ങനെ പോളൊക്കെ പൊക്കി പിടിച്ച് സ്ട്രഗിളാണ്. എങ്ങനെ വൈകുന്നേരം വരെ ഇത് പഠിപ്പിക്കാമെന്നാവോ? ഈ ഒരു പെയിനും ഈ ഒരു ഇറിറ്റേഷനൊക്കെ സഹിച്ചിട്ട് എനിക്കറിയാൻ പാടില്ല. ഞാനാണെങ്കിൽ ഭ്രാന്ത് പിടിച്ച് ഓടിയെടുക്കും. ആണെങ്കിൽ ഇന്ന് ലീവ് വരെ ഞാൻ എടുക്കും. എന്തായാലും വൈഫിനെ എടുക്കാൻ പറ്റില്ല. എക്സാമിൻ്റെ അടുത്തല്ലേ, എക്സാമല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കണേ. അറിയില്ല എന്താ ചെയ്യുക വൈകുന്നേരം വരെ. ലെഫ്റ്റ് ഐസിലാണോ റൈറ്റ് ഐയിലാണോ പോയത്? റൈറ്റിലാണ്. കാണുന്നുണ്ടോ? ഞാൻ ഇപ്പൊ കൊച്ചിട്ടില്ലല്ലോ, കാണാം. അടുത്തൊക്കെ കാണാം. ഇറിറ്റേഷൻ ഉണ്ട്. കയ്യിൽ ലൈറ്റ് അടിക്കല്ല, വേണ്ട. അമ്മോനെ സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ചു പോന്നു. ഈശ്വരാ, ആ ലെൻസ് ഇവിടെ ഇരിക്കുകയാണ് കണ്ണിൻ്റെ അവിടെ. എങ്ങനെ എൻ്റെ ക്ലാസ് എടുക്കാൻ പറ്റുകയെന്നൊന്നും ഒരു പിടിയില്ല. ബുദ്ധിമുട്ടില്ലാണ്ട് എടുക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. വൈകുന്നേരം വരെ ആ ഇറിറ്റേഷൻ വെച്ചുകൊണ്ടിരിക്കണ്ടേ. അവിടെ പിന്നെ ഓഫീസ് റൂമിൽ കണ്ണാടിയൊക്കെ ഉണ്ടാവും. എന്നാലും അതിന് ടൈം കിട്ടണ്ടേ. ഒരു 10-15 മിനിറ്റ് എങ്കിലും പോകുന്നത് അവിടുന്ന് നുള്ളിപ്പറിച്ചെടുത്ത് ആലോചിക്കുമ്പോൾ തന്നെ ടെൻഷനാവുന്നുണ്ട്. വീണ്ടും നമ്മുടെ ഡെയിലി റുട്ടീൻ തുടങ്ങിയിരിക്കുകയാണ്. ദേ കറി ഉണ്ടാക്കണം. എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അമ്മ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ടാക്കാൻ തുടങ്ങണം. 1:15 സാമ്പാർ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് കടുകും മുളകും പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. എന്നാ കഴിക്കുക. ഇതാണ് ഇന്നത്തെ ലഞ്ച്. ചെറുപയർ ദോശ, കേബേജ് ഉപ്പേരി, ചിക്കൻ റോസ്റ്റ്, കുറച്ച് റൈസ്, സാമ്പാർ, വേണമെങ്കിൽ ലേശം തൈര്. നമ്മുടെ കഴിക്കലിതാ കഴിയാറായി. എന്ത് വേണം? പൊറോട്ട കഴിച്ച അപ്പി പോവില്ലേടി? വാവക്കുള്ളത് നമുക്ക് ബിരിയാണി മാമു പോലെ ഉണ്ടാവും. അത് വേറെ ഉണ്ടായിരുന്നു. നമുക്ക് വേറെ ഹോട്ടലിലാണ് പോയത്. വേറെ ഹോട്ടലിലാ? എന്നിട്ട് അത് കഴിച്ചോ? വേറെ ഹോട്ടലില് ബിരിയാണി മാമു നൂഡിൽസ് പോലെ ഉണ്ടാവും. അങ്ങനെ വലുതായി ഉണ്ടാവും. അതുണ്ടാവും. അത് ബിരിയാണി മാമു ആണ്. ആ ബിരിയാണി മാമു പോലെ നൂഡിൽസ് പോലെ ഉണ്ടാവും ബിരിയാണി മാമു. അതാ കഴിച്ചേ? അച്ഛൻ പറയാൻ അടിക്കും തരാൻ മതി കഴിക്കുമ്പോ. മതി എന്ന് പറയുമ്പോ അടിക്കുന്ന നോക്കട്ടെ. എന്തിന് മതി എന്ന് പറഞ്ഞ അടിക്കല? വല്ലാത്തൊരു കൊച്ചനും അല്ലേ? വല്ലാത്തൊരു കൊച്ച. അപ്പൊ ഡോക്ടറുടെ അടുത്ത് പോയി. അതെന്തിന്? നിന്നറിയോ? നാട്ടിൽ പോയപ്പോ തൊട്ടാലും കൊടന്നെ കൊറഞ്ഞേ? എന്നിട്ട് മാറിയാ? കൊറേ നേരം നടപ്പൊന്നും മാറില്ല. മരുന്ന് വെച്ചാലേ മാറും. മരുന്ന് വെച്ചില്ല. എന്നാ നീ കഴിച്ചോ, മാറുള്ളൂ. ഇപ്പൊ കഴിക്കാൻ പാടില്ല. എന്നെപ്പോഴാ കഴിക്കാൻ? ഉറങ്ങുമ്പോഴാ കഴിക്കാത്. ഉറങ്ങുമ്പോഴോ? ആ ശരി. ഇപ്പൊ ഉറങ്ങില്ലേ? കുറെ മരുന്നുണ്ട്. ഇവളാകെ 15 കിലോ ഉള്ളൂ. 20 കിലോ വേണമെന്ന് പറയുന്നുണ്ട് ഡോക്ടർ. എന്നിട്ട് ഭക്ഷണം കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നൊക്കെ അവർ തന്നു വിട്ടിട്ടുണ്ട് ഈ മുതലിന്. അത്യാവശ്യമൊക്കെ കഴിക്കണ്ടല്ലോ. കഴിക്കുന്നുണ്ട്. ഇവിടെ പോരാന്നാ പറഞ്ഞത്. ശരീരത്തിൽ കാണില്ല. ചിലരെന്ത് കഴിച്ചാലും ശരീരത്തിൽ അത്രേ കാണുള്ളൂ. ചിലര് ദേഹപ്രതി അങ്ങനെയാണ്.
അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടോ? ആ ചൂടൊന്നും ഉണ്ടായില്ല ഇപ്പോൾ. തിളപ്പിച്ചില്ലേ? നാളെ എന്താ ഉപ്പ് താഴത്തേക്ക് ഇടണോ? ഇനി ഉപ്പ് താഴത്തിടണോ? ഫോണിൽ കുറച്ച് അടച്ച് നിൽക്കുക. എന്തിനാ ഫോട്ടോ എടുക്കണേ? എന്തിനാ ഫോട്ടോ എടുക്കണ പോടാ? ഇന്നിപ്പോൾ വാവക്കുട്ടിയുടെ മരുന്ന് ഇതാ ഇത്ര ഐറ്റംസ് ആണ്. വെയിറ്റ് പോരാന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫുഡ് കഴിക്കാനും വിശപ്പുണ്ടാവാനുള്ള ഒരു മരുന്ന് തന്നിട്ടുണ്ട്. പിന്നെ അവളുടെ കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് തോന്നുന്നുണ്ട് ഈ മരുന്ന്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ മരുന്നും കഴിക്കണം. പിന്നെ ഇതിപ്പോൾ നമ്മൾ റെഗുലറായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മരുന്നാണിത്. ഇതെല്ലാം കൂടി കഴിച്ചിട്ട് ഒന്ന് ആള് റെഡിയായി കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ? ഓക്കെ, കൈ കഴിക്കോളൂ. ഇതിലടിക്കുന്നില്ലപ്പോൾ. ഹായ് ഗൈസ്, അങ്ങനെ എൻ്റെ കോൺടാക്ട് ലെൻസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നല്ലോ രാവിലത്തെ. അതിങ്ങനെ സ്കൂളിൽ ഇരുന്നപ്പോൾ കണ്ണിങ്ങനെ ഇങ്ങനെ 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 അടച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഭയങ്കര പ്രശ്നമായിരുന്നു കുറച്ച് നേരത്തിന്. പിന്നെ അത് പോട്ടെ. ഇപ്പോൾ വേറൊരു കാര്യം, കുട്ടിക്ക് പറഞ്ഞിരുന്നുവല്ലോ ആസ്പത്രി കൊണ്ടുപോകാൻ പോകണം. ഭയങ്കര ചുമയായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ആസ്പത്രി കൊണ്ടുപോയപ്പോൾ അവർ കുറച്ച് മരുന്ന് തന്നിട്ടുണ്ട്. പിന്നെ അണ്ടർ വെയ്റ്റ് ആണ് ഇത്ര കുട്ടി. അവൾ വേണ്ട പോലെ കഴിക്കുന്നുണ്ട്, പക്ഷെ അത് പോരാ എന്ന് പറഞ്ഞ് അതിനുള്ള മരുന്ന് തന്നിട്ടുണ്ട്. ആ കഴിക്കൽ കറക്റ്റായാലാണ് അത്ര നല്ലപോലെ ശോധന ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് മരുന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ മരുന്ന് കഴിച്ചിട്ട് മുകളിലാണ് ഇപ്പോൾ കുട്ടിയുള്ളത്. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം. ഇതോടെ ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കുന്നു. ഇനി നാളെ ഒരു കുട്ടി വ്ളോഗിൽ കാണാം. അതുവരെ ടാറ്റാ.